ഹലോ, നമസ്കാരം ഗായ്സ്. ഇപ്പോൾ ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. എൻ്റെ പേര് മുഹമ്മദ് ഷബീർ എന്നാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അധികം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് ഞാൻ സംസാരിക്കാറ്. ഇന്ന് ഞാൻ വളരെ സങ്കടമുണ്ട്. നമ്മളൊരു കോഴിക്കോട്ടുകാരൻ തന്നെയാണ് ഇപ്പം ഒരു സൂസൈഡ് ചെയ്തത്. എന്താണ് പെൺകുട്ടികളെ നിങ്ങൾക്ക് ഇതിൽ കിട്ടണത്? എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു കഥയാണ് നമ്മളെ ബോയ്സിൻ്റെ കഥ, ആണുങ്ങളെ കഥ. അപ്പം എനിക്കുള്ള പറയാനുള്ളത്, ഒരു കുടുംബം, അയാൾക്കൊരു കുട്ടി ഉണ്ടായാലും പിന്നെ ഒരു മാതാവ് പിതാവൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വൈറലായി, ആ പെണ്ണ് വൈറലായി. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നിന്നിട്ട് ആ കുട്ടി, അയാൾ ബാക്കിലോട്ട് എന്താ പറയുക, ബസ്സിൽ ഇറങ്ങാനുള്ള എന്തോ ഒരു ഇതാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ചെക്കന്മാരോട് എല്ലാവരോടും പറയാനുള്ളത്, ഇതാണ് അനന്തരഫലം ഉണ്ടാവുക. അപ്പം ഞാനിവിടെ ചുറ്റുപാടത്ത് കോഴിക്കോടൊക്കെ ഞാൻ കാണാറുണ്ട്, ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പൊന്നാര മക്കളെ, സ്നേഹം കൊണ്ട് പറയാം, ഇത് പോക്സോ കേസ് മറ്റേ കേസൊക്കെയാണ് ആയി വരിക. നിങ്ങൾക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നിങ്ങളമ്മയും വാപ്പിയും എല്ലാവരും, ഓൽക്കൊരു പ്രശ്നമില്ല, ഓല് വിക്ടിം. പെൺകുട്ടികൾ എന്താ പറയുക, അതിജീവിതാവും. നമ്മളെ കുടുംബമുണ്ട്, നമ്മളെ ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്. ഇപ്പോൾ ആ പെണ്ണ് അയാൾ എന്തേ അങ്ങനെ ചെയ്തത്? പിന്നെന്താണ് പൊതുവെ സമൂഹത്തിൽ ഇറങ്ങാനുള്ളൊരു ചടപ്പറ്റാവും. അതിന് പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ബസ്സിലൊക്കെ പരമാവധി എന്താ പറയുക, ഒന്ന് ബാക്കിലൊക്കെ നിന്നാലേ, ബാക്കിലേക്ക് ഈ സ്ത്രീകളുള്ള ഭാഗത്തേക്കൊന്നും പോകണ്ട. അപ്പോൾ അതാണ് നല്ലത്. അല്ലാതെ ഇവരെ നോക്കാനോ ഇവരെ പിടിക്കാനോ എന്താ പറയുക അത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പെണ്ണിനിപ്പോൾ സമാധാനമായി, അയാൾ മരിച്ച്, അപ്പോൾ പിന്നെയും വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചോളി. ബസ്സിലൊക്കെ കയറുമ്പോൾ ഒന്ന് എന്താ പറയുക, എല്ലാ സീറ്റിലും വരെ ഇരിക്കുന്നത്. പിന്നെ ഇനി എവിടെ കയറി ഇരിക്കാൻ, അതൊരു ചോദ്യമുണ്ട്.